ഹായ് ഫ്രണ്ട്സ്, അനീഷിനും അനീഷിനെ സ്നേഹിക്കുന്ന മലയാളികൾക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഇന്ന് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. വളരെ സന്തോഷം. അർഹിക്കുന്ന അംഗീകാരം ഇപ്പോൾ നമ്മുടെ അനീഷേട്ടനെ തേടി എത്തുകയാണ് എന്നുള്ളതാണ്. ഇതിന്റെ മുന്നേ ഒരു വ്യാജ വാർത്തയിലൂടെ 1 കോടി രൂപയും അതുപോലെ തന്നെ ഫ്ളാറ്റും കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ അർഹിക്കുന്ന അംഗീകാരം ദൈവത്തിന് നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. അനീഷേട്ടനെ തേടി എത്തിയിരിക്കുന്നു. 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നാളെ തന്നെ ചെക്ക് കൈമാറുമെന്നാണ് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ലോയിസ് സാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നി. ഒരുപാട് ബിസിനസ്സുകാർ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാകും. അവർക്കെല്ലാം മനസ്സലിവുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സമ്മാനത്തുക നമ്മുടെ അനീഷിനെ തേടിയെത്തിയത്. തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് സീസൺ 7-ൽ അർഹിച്ച ഒരു വിന്നറാണ് നമ്മുടെ അനീഷേട്ടൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹവും പറയുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ യഥാർത്ഥ വിജയ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ നമ്മുടെ അനീഷേട്ടനാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള 90% മലയാളികളും വിശ്വസിക്കുന്നത്. ഒരു അട്ടിമറി വിജയത്തോടെ മാത്രമാണ്, അതും കൺകട്ടി വിദ്യ എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിലുള്ള വിജയ്ക്ക് കപ്പ് കൊടുക്കാതെ ഒരു PR ബേബിക്ക് കപ്പ് കൊടുത്തുകൊണ്ട് നമ്മളെ അവർ ഒരുപാട് വിഷമിപ്പിച്ചെങ്കിലും ഇപ്പോൾ സത്യസന്ധതയ്ക്ക് വിലയുണ്ട് എന്നും ദൈവമുണ്ട് എന്നും തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും സ്വീകരണങ്ങളും അത്രയ്ക്കും സ്നേഹങ്ങളും അത്രയ്ക്കും ആദരവുകളും മലയാളി സമൂഹം ഇന്ന് അനീഷിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ റോയ് സാർ അത് പ്രഖ്യാപിക്കുന്ന ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക്. സാർ ഓൾവേസ് സർപ്രൈസ് തരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ, പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാരനാണ്. അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. സോ അതൊരു ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഇന്നത്തെ പൊട്ടിക്കുന്നത്. അതൊരു സാധാരണക്കാരന് നല്ലൊരു ഹോക്കിയാണ്. കുറെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ അതും നോക്കിയിട്ടാണ് അപ്പൊ കോൺഫിഡൻസ് 10 ലക്ഷം രൂപ. അങ്ങനത്തെ ഒരാൾക്ക് സാറ് ചെയ്ത വലിയൊരു സഹായം തന്നെയാണ് സാർ. എന്തായാലും സാർ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ റണ്ണറപ്പായി വരുന്ന ഒരാൾക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട്. അതെ അപ്പോൾ റോഹിത് ചായൻ എപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു സർപ്രൈസ് പൊട്ടിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അത്. ഇന്നത്തെ സർപ്രൈസ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷം തോന്നിയ വാർത്തയാണ്. നിങ്ങളും കേട്ട് കാണും. 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നാളെ കടവ് റിസോർട്ടിൽ വെച്ച് കാലത്ത് 10 മണിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിന് ആ ചെക്ക് കൈമാറിയിട്ട് അദ്ദേഹം വിദേശത്തേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ്. ഒന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ ഒരു മത്സരം കണ്ട എല്ലാവർക്കും, ബിഗ് ബോസിന്റെ 100 ദിവസം കണ്ട എല്ലാവർക്കും അറിയാം അനു ഒരിക്കലും അതിന് ഡിസേർവ്ഡ് അല്ല എന്നുള്ളത് 100% പറയാൻ വേണ്ടിയുള്ള 2-3 കാരണങ്ങൾ. ഒന്നാമത്തേത് ഗെയിമിന്റെ കാര്യം, രണ്ടാമത്തത് പൊതുവിജ്ഞാനത്തിൽ 0 ആയ ഒരാൾക്കൊന്നും ബിഗ് ബോസ് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കപ്പ് കൊടുക്കാൻ പാടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു പേഴ്സണിന് എങ്ങനെയാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കപ്പ് കൊടുത്തത് എന്ന് ഇപ്പോഴും മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല. പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കേട്ട് കാണും. അത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലായാലും അതുപോലെ തന്നെ ബിസിനസ്സിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിമിലായാലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണി പവർ, അതുപോലെ തന്നെ സ്റ്റാർ വാല്യൂ, അതുപോലെ തന്നെ പുറകിൽ ഉന്തിവിടാൻ അങ്ങനത്തെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ, PR വിനോദ് പോലുള്ള ആൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മത്സരാർത്ഥിയും ബിഗ് ബോസിൽ പോയി പങ്കെടുക്കാനും അതുപോലെ തന്നെ വിജയിക്കാനും അതുപോലെ തന്നെ കപ്പ് നേടാനും സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ബിഗ് ബോസ് സീസൺ 7 അനുമോൾക്ക് കിട്ടിയ ഈ കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അനീഷേട്ടൻ ലോയ് സാറുമായി ഫോണിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് കൂടി കേൾക്കാം. അനീഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. സാർ എന്തോ
സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് ടൈബിളിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പത്തേക്ക് ഒരു 9 o'clock ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ അവിടെ. ശരി ശരി. ഓക്കെ അനീഷ്, ഓക്കെ, കൺഗ്രാജുലേഷൻ, ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ അനീഷ്, ഓക്കെ അറിയാം, സന്തോഷം അറിയാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ അനീഷ് ചേട്ടനെ നേരിൽ വിളിച്ചുകൊണ്ട് ഈ കാര്യം നമ്മുടെ ലോയി ഇച്ചായൻ പറയുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ സന്തോഷം തോന്നി. അനീഷിന്റെ ഒരു വർത്തമാനം മാത്രം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ എളിമ എത്ര മാത്രമാണ്. തൊടുകൈയോടുകൂടി ഞാൻ ഈ ഒരു വാഗ്ദാനം സ്വീകരിക്കുന്നു സർ എന്നാണ് അനീഷ് ചേട്ടൻ ആ ലോയി സാറോട് പറയുന്നത്. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മുന്നേ ഒരു വ്യാജ വാഗ്ദാനം നമ്മുടെ വളരെ മോശകരമായ രീതിയിൽ ഒരു വ്യവസായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടാണ് നമ്മൾ വരെ റിയാക്ട് ചെയ്തതാണ്. പക്ഷേ അത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു വിഷമം അദ്ദേഹത്തിന് നേരിട്ടത് കൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയേണ്ടി വന്നു ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന്. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ കിട്ടിയ ഒരു 10 ലക്ഷത്തിന് ഒരു 10 കോടിയുടെ മൂല്യമുണ്ട്. ഞങ്ങളടക്കമുള്ള അനീഷിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന് പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ് ഇത്. ബിഗ് ബോസ് ചരിത്രത്തിന്റെ ആദ്യമാണ് എന്നുള്ളതാണ്. കാരണം എപ്പോഴും വിന്നറായ ആൾക്കാർക്കാണ് ഇത്തരം ക്യാഷ് പ്രൈസുകളും അതുപോലെ തന്നെ അവാർഡുകളും അതുപോലെ തന്നെ സ്വീകരണങ്ങളും എല്ലാം കിട്ടാറുള്ളത്. റണ്ണറപ്പായ ആൾക്കാരെ ഒന്നും നമ്മൾ സ്വതവേ സ്റ്റേജുകളിൽ പോലും നമ്മൾ കാണാൻ കിട്ടാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കപ്പ് തൂക്കിയ PR ബേബിക്ക് കിട്ടുന്ന സ്വീകരണത്തിൽ ട്രാഫിക് ജാമൊക്കെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ അനീഷ് ചേട്ടന് കിട്ടുന്ന സ്വീകരണത്തിന്റെ സ്ഥലത്തൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ ഒടുക്കത്തെ ട്രാഫിക് ജാമാണ്. കാരണം അത്രയ്ക്കും 10,000 ആൾക്കാരാണ് അനീഷ് ചേട്ടനെ കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിന് കൈ കൊടുക്കാനും അദ്ദേഹത്തിന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാനും ഒന്നുമില്ലെങ്കിൽ ഒരു സെൽഫി എങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പൈതം മക്കൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ പറയുന്നു, അനീഷ് ചേട്ടാ നിങ്ങളാണ് വിജയ്. ഈ സീസൺ 7 അനീഷ് ചേട്ടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മലയാളികളിൽ കുട്ടികളായാലും വലിയവരായാലും സ്ത്രീകളായാലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള കമന്റ് എന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻസ് എന്നൊന്നുമല്ല, നിങ്ങളാണ് ഈ റിയൽ വിന്നർ. ഇത് തന്നെയാണ് ലാലേട്ടൻ അടക്കമുള്ള നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂ മെമ്പറും അതുപോലെ തന്നെ ഇതൊന്ന് കണ്ടിരിക്കണം. കാരണം കേരള ജനസമൂഹം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു ദ റിയൽ വിന്നർ ഓഫ് ദി മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനീഷ് ചേട്ടനാണ് എന്ന്. എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. PR ബേബി കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനൗദ്യോഗിക കണക്കുകളും പൈസയുടെ കണക്കും എല്ലാം പല യൂട്യൂബർമാരും പുറത്തു വിടുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു വിവരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാത്തത്. അതിൽ 16 ലക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പിരിവും അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതുപോലെ തന്നെ റീചാർജ് ചെയ്ത് കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുടെ കണക്കുകൾ അടക്കം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും മോശകരമായ രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി അധപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മോഹൻലാൽ അടക്കമുള്ള നമ്മുടെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് തന്നെയാണ്. അവർ അത് തിരുത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തിരിച്ചെടുക്കണം ഈ കപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയ്ക്കും മലയാളി സമൂഹം വെറുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങൾക്ക് സ്വീകരണ പരിപാടികളും മറ്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കപ്പ് നേടിയ ആൾക്ക് വിരലിൽ എണ്ണാവുന്ന സ്വീകരണ പരിപാടികൾ മാത്രമേ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അനീഷ് ചേട്ടൻ അങ്ങനെയല്ല, 100 കണക്കിന് പരിപാടികൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാളി സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ബിൻസി ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂവിലെ വാക്കുകൾ ഇപ്പോൾ വൈറലാണ്. അതുകൂടി കേട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത് റീ എൻട്രീസ് വന്നതുകൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും.
ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യ അടുത്തുണ്ട്. ശൈത്യ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. ഇവരെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം. മനസ്സിലായി. അപ്പം ഇപ്പൊ അനു തന്നെ എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അനുവിന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത്. ഈ അഭിപ്രായം നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് തന്നെ ഇതിന്റെ വിന്നറെ PR വിനു എന്ന് പറയുന്ന PR മാൻ അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം അതേ പറയാണ് ഈ കൊല്ലത്തെ കപ്പ് ഞങ്ങൾ തൂക്കുമെന്ന്. അവർക്ക് അത്ര മുന്നേ എങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചു? ഈ ഒരു ഷോ എന്ന് പറയുന്ന സാധനം ഒരു പകുതി വൈക്കൽ പോലും എത്തുന്നതിന് മുന്നേ തന്നെ അനുമോൾ 100 ദിവസം ബിഗ് ബോസിൽ നിൽക്കുമെന്നും ഈ കപ്പ് അനുമോൾ തൂക്കുമെന്നും PR വിനു ആദ്യമേ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അതുപോലെ തന്നെ പൊതു സമൂഹ മാധ്യമത്തിലും എല്ലാം തന്നെ പറയുന്നത് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് പറയുന്നത്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ അവർക്ക് എങ്ങനെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചു എന്ന് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതാണ് പറയുന്നത്. ബിഗ് ബോസ് കാണുന്ന ശരിക്കും പറഞ്ഞാൽ സാധാ പ്രേക്ഷകരാണ് മണ്ടന്മാർ എന്ന് എല്ലാവരും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ 100 ദിവസം വന്ന് കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അണിയറയിൽ സജീവമായിട്ട് അവർ എഗ്രിമെൻ്റ് ചെയ്ത് ഒപ്പിട്ടിട്ട് കാര്യങ്ങളെല്ലാം വ്യവസ്ഥമാക്കിയതിന് ശേഷം നമ്മളെ മുന്നിൽ ഒരു ഡ്രാമ കളിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പരിപാടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. തീർച്ചയായിട്ടും ഇനി വരുന്ന സെക്ഷനിലെങ്കിലും സീസൺ 8 അത്തരം കാര്യങ്ങൾ ഈ ക്രൂ മെമ്പറും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതിന് നന്ദി, നമസ്കാരം.